ആധുനികതയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, മലയാള കഥയിലെ ഭാഷാവിന്യാസത്തെ സമൂലം പരിവർത്തനപ്പെടുത്തിയ ഒരു കാലഘട്ടമായിട്ടാണ് ആധുനികത ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളൊരു സവിശേഷത. ഭാഷാവിന്യാസം, കഥയിലെ ഭാഷാവിന്യാസത്തിൻ്റെ പ്രാധാന്യം അത് വ്യക്തമായ തിരിച്ചറിവോടുകൂടി കൈകാര്യം ചെയ്ത ഒരു സംഘം എഴുത്തുകാർ ആധുനികതയുടെ കാലത്ത് മലയാളത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അപ്പം അതിനു മുമ്പ് നമുക്ക് മലയാള സാഹിത്യത്തിൽ, ഒരുപക്ഷെ കഥാസാഹിത്യത്തിൽ ഒരു പൊതുഭാഷ പോലെ അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ, ഒരു പൊതു സാഹിത്യ ഭാഷയാണ് നമ്മുടെ കഥാചരിത്രത്തെ നയിച്ചുകൊണ്ട് പോയിരുന്നതെങ്കിൽ, ആധുനികതയുടെ കാലത്ത് കടന്നു വന്ന ഏതാനും എഴുത്തുകാർ ഭാഷയിൽ പുതുതായ പരീക്ഷണങ്ങൾ നടത്തി വളരെ പ്രകടമായ ഡിസ്റ്റിങ്ക്റ്റായിട്ടുള്ള ഭാഷാ വിന്യാസം കഥയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോൾ വി.കെ.നെ പോലെ ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ എം സുകുമാരനെ പോലെ ഒരു എഴുത്തുകാരൻ, ടി.ആർ, അങ്ങനെ നമ്മൾ ആരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാം കഥാലോകത്തിലേക്ക് കടന്നു വന്നത് സ്വന്തമായ ഒരു ഭാഷ സൃഷ്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഭാഷയുടെ പ്രാധാന്യവും ഭാഷയുടെ കഥയിൽ ഭാഷയ്ക്കുള്ള പ്രസക്തിയും തിരിച്ചറിയാൻ വ്യക്തിപരമായി എന്നെ സഹായിച്ചത് ഒരുപക്ഷെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വ്യക്തമായ ധാരണ അതായതുകൊണ്ട് ഞാനത് എടുത്തു പറയുകയാണ്. അതുവരെയുള്ള എൻ്റെ കഥാ നോവൽ വായനകളിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച കാലത്താണ് ഭാഷയിൽ അട്ടിമറി സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മൗലികത കൈവരിക്കാൻ കഴിയൂ. ഏത് മാധ്യമത്തിലായാലും കഥയിലായാലും നോവലിലായാലും ഭാഷയെ അട്ടിമറിച്ചിട്ട് നമ്മുടേതായിട്ടുള്ളൊരു ഭാഷ കണ്ടെത്തി എഴുതുകയാണ് ഏത് മാധ്യമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ള വെല്ലുവിളി എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ ക്രിസ്മസ് മരത്തിൻ്റെ പേര് ഞാൻ എഴുതുന്നത് ആ ഒരു നോവലിനാൽ പ്രചോദിതമായ ഒരു മനസ്സോടു കൂടിയാണ്. അപ്പോൾ എൻ്റേതായ ഒരു കഥാഭാഷ സൃഷ്ടിക്കാനുള്ള ഒരു തീവ്ര ശ്രമം ആ കഥയുടെ സൃഷ്ടിക്ക് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ക്രിസ്മസ് മരത്തിൻ്റെ വാരി ഞാൻ എഴുതുകയും അതിൻ്റെ മാതൃഭൂമി വിശ്വപ്രതിഭയിൽ അംഗീകാരം കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഒരു യുദ്ധം ജയിച്ചതുകൊണ്ട് നമുക്ക് എല്ലാ യുദ്ധവും ജയിക്കാൻ കഴിയണമെന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു കഥ എനിക്ക് എഴുതാൻ കഴിഞ്ഞെങ്കിലും മറ്റൊരു കഥ എന്ന് പറയുന്നത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ടെറിട്ടറിയാണ് അവിടെ കീഴടക്കേണ്ടതുള്ളത്. പ്രമേയപരമായിട്ടും ഭാഷാപരമായിട്ടും എങ്ങനെ നോക്കിയാലും ഓരോ കഥയും ഓരോ യുദ്ധങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. അതെല്ലാം വ്യത്യസ്തമായ ടെറിട്ടറികളിൽ നമ്മൾ കടന്നു ചെന്നാൽ മാത്രമേ അവിടെ എന്തെല്ലാം ആണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളത് ഈ മുന്നണി കടന്നു ചെന്നാലേ, അതിർത്തി കടന്നു ചെന്നാലേ നമുക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഒരു കഥ എഴുതിയത് കൊണ്ട് നമുക്ക് അടുത്ത കഥ എഴുതുക എന്നുള്ളത് എളുപ്പമാകുകയില്ല. എന്നല്ല, ഒരു 100 കഥ എഴുതിയാലും 101ാമത്തെ കഥ ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. അതാണ് എഴുത്തിൽ ഒരു തുടർച്ച പാലിക്കാൻ കഴിയാതെ പോയതെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ ഈ 70 വയസ്സ് പ്രായത്തിനിടയ്ക്ക് എനിക്ക് 100-ൽ താഴെ കഥകൾ മാത്രമേ എഴുതാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ ഓരോ കഥയും ഈ പറഞ്ഞ പോലെ ഓരോ പുതിയ കഥയായിട്ട് മാത്രമാണ് ഇന്നെനിക്ക് ഓർക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാലത്തെപ്പറ്റി ഒരു പുനർവിചിന്തനം നടത്തുമ്പോൾ ഈ വിഷുപ്പതിപ്പിൽ കൂടി തന്നെ, മാതൃഭൂമി വിഷുപ്പതിപ്പ് മത്സരത്തിൽ കൂടി തന്നെ കടന്നു വന്നിട്ടുള്ള പല എഴുത്തുകാരും ആരംഭത്തിൽ വളരെ വലിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകിയ എഴുത്തുകാർ പിന്നീട് നിശബ്ദരായി പോയ അനുഭവങ്ങൾ പലതുണ്ട്. ആ കാലത്ത് തന്നെ 1969 എൻ്റെ 69-70 കെ.എ. മോഹൻദാസ് ആർദ്ര എന്നൊരു കഥയിലൂടെ വിഷുപ്പതിപ്പ് കഥാമത്സരത്തിൽ 1ാം സമ്മാനം അറിയാനായിട്ട് വരികയുണ്ടായി. പക്ഷേ മോഹൻദാസ് തുടർന്ന് അധികം കഥകൾ എഴുതിയിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. അതുപോലെ തന്നെ സുമിത്ര വർമ്മ, പിന്നെ കെ.യു. ജോണി എന്നൊരു കഥാകൃത്ത് ഉണ്ടായിരുന്നു. ജെറുസലേമിൻ്റെ കവാടങ്ങൾ അകലെയാണെന്നുള്ളൊരു കഥയിലൂടെ വലിയ പ്രതീക്ഷ തന്നൊരു കഥാകാരനാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അത് കഥയിൽ അങ്ങനെയാണെങ്കിൽ കവിതയിലും അതുപോലുള്ള പേരുകൾ പലതും പറയാറുണ്ട്. C.P. വത്സൻ. അങ്ങനെ
ഇനി വിഷിപ്പതിപ്പ് വിട്ടിട്ട് തന്നെ ആ കാലയളവിൽ ചുരുക്കം കഥകളിൽ കൂടി വളരെ ശ്രദ്ധേയരായിട്ട് കടന്നു വന്ന 2-3 പേരുകളും കൂടി എനിക്ക് ഓർമ്മ. കെ ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ 2 കഥകൾ, സവിശേഷമായ ശൈലി വിശേഷതകളുള്ള 2 കഥകൾ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പാലക്കാട് എന്ന ഗ്രാമം, ഇമ്മാണ്ടി എന്ന മനുഷ്യൻ. ആ 2 കഥകളിൽ കൂടി തന്നെ വളരെ വ്യത്യസ്തനായിട്ട് അനുഭവപ്പെട്ടിരുന്ന ആ കഥാകൃത്തിനെ പറ്റി പിന്നീട് ഒരിക്കലും കേൾക്കാനിട വന്നിട്ടില്ല. അപ്പോൾ എല്ലാ ജീവിതങ്ങളിലും അതൊരു മാറ്റത്തിൻ്റെ കാലയളവാണ്. അതായത് നമ്മുടെ കൗമാരം കടന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ അനുഭവത്തിൽ 18-ാം വയസ്സിൽ ഞാൻ ക്രിസ്മസ് മരത്തിൻ്റെ പേരെഴുതുന്നു. അത് കഴിഞ്ഞ് വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ പച്ചപ്പ് വിട്ടിട്ട് ഒരു ഉദ്യോഗസ്ഥനായി മാറി തിരുവനന്തപുരത്ത് വരികയും അവിടുത്തെ ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഒരു വരണ്ട ജീവിതത്തിലേക്ക് കടന്നതോടുകൂടിയാണ് ഈ കഥയിൽ കുറേ കാലത്തെ നിശബ്ദത പാലിക്കേണ്ടി വന്നത്. കാരണം ആ ഒരു ചേഞ്ച് ഓവർ എന്ന് പറയുന്നത് മാനസികമായിട്ട് വലിയ വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടമാണ്. ഒരു നാട്ടിൻപുറത്തുകാരൻ ഒരു നഗരവാസിയായിട്ട് മാറുന്ന ഒരു കാലം കൂടിയാണത്. അപ്പോൾ അത് എൻ്റെ സാഹിത്യ ജീവിതത്തെ കാര്യമായിട്ടൊന്ന് ബാധിച്ചിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തു നിന്ന് കുറേ കാലത്തേക്ക് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന പോലെ മനസ്സിനെ മതിച്ച ഒത്തിരി നാഗരിക അനുഭവങ്ങൾ അതെല്ലാം എൻ്റെ എഴുത്തിനെ പിന്നോട്ടടിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ചുരുക്കം ചില കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും തൃപ്തി വരാത്ത കഥകളായതുകൊണ്ട് പ്രധാന വാരികകൾക്കൊന്നും കൊടുക്കാതെ ലിറ്റിൽ മഹസ് നമ്മുടെ സമാന്തര പ്രസിദ്ധീകരണങ്ങളിൽ ചുരുക്കം കഥകളെന്നൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം എഴുത്തിൽ തുടർച്ച പാലിക്കാൻ കഴിയാതെ വന്നെങ്കിലും അങ്ങനെ ഇരിക്കെ ചില പ്രമേയങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മുടേതായി മാറുകയും അത് കഥയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്തിന് വേണ്ടി ഓരോ കാത്തിരിപ്പുകളുടെ കാലമായിരുന്നു അത്. അങ്ങനെ അതാണ് എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ ഒരു സംക്ഷിപ്തം. അപ്പോൾ ആധുനികതയാണ് ആ എഴുത്തിലേക്ക് കടന്നു വരാൻ എസ് മാധവൻ പറഞ്ഞതുപോലെ ആധുനികതയിലുണ്ടായ ആ ഒരു കഥയിലുണ്ടായ മാറ്റങ്ങളാണ് എഴുത്തിലേക്ക് കടന്നു വരാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചതെങ്കിലും പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കഥാചരിത്രത്തിൽ ആധുനികതയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്.